അന്ന് നമ്മള് സാമ്പാർ പൊടി ഉണ്ടാക്കിയില്ലേ? അപ്പൊ എല്ലാ മക്കളും ചോദിക്കുന്നുണ്ട് സാമ്പാർ പൊടി ഉണ്ടാക്കണ പോലെ ചിക്കൻ മസാല എന്താ ഉണ്ടാക്കാത്തതെന്ന്. അപ്പൊ നമുക്കിന്ന് ചിക്കൻ മസാല ഉണ്ടാക്കാം. ചിക്കൻ മസാലപ്പൊടിയോ? അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതാ നിരത്തി വെച്ചിട്ടുണ്ട് ഞാന്. ഇനി ഇത് വറുക്കുമ്പോൾ എല്ലാത്തിൻ്റെ പേരും അളവും പറഞ്ഞു തരാം. ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിന് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. മക്കളെ ഒരു മീഡിയം ലെവലിൽ തീ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വറുക്കണ മസാലകളൊക്കെ കരിഞ്ഞു പോവുക. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് മട്ട അരിയാണ് വറുക്കണത് കേട്ടോ. അത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ട അരിയില്ല, അതാണിത്. ഈ റേഷൻ പീടികയിൽ നിന്ന് കിട്ടുന്ന അരി എന്നല്ല, ഏത് അരിയായാലും കുഴപ്പമില്ല കേട്ടോ, അരിയായാൽ മാത്രം മതി. നമ്മുടെ അരി ഇങ്ങനെ നല്ല ചൂടായി വറന്ന് പൊരിഞ്ഞ് വരട്ടെ കേട്ടോ മക്കളെ. ഇപ്പം നമ്മുടെ അരി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് പാത്രത്തിലേക്ക് കൊട്ടാം. നമുക്കിനി ഇതിൽ മല്ലി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണ് മല്ലി എടുത്തിട്ടുണ്ട്. പച്ച മല്ലിയാണ് കേട്ടോ. ഇതും അതേപോലെ നമുക്ക് ചെറിയ മീഡിയം തീയിൽ വറുത്ത് കൊടുക്കാം. ഇത് കഴുകിയത് കൊണ്ട് നനവുള്ളത് കൊണ്ട് ഒരു ലേശം സമയം പിടിക്കുക. അപ്പോൾ നല്ല ചെറിയ തീയിൽ വേണം വറുക്കാൻ. അങ്ങനെ നമ്മുടെ മല്ലി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പൊടിച്ച് നോക്കിയാൽ അങ്ങനെ പൊടിഞ്ഞു വരും. അതാണ് മല്ലിയുടെ പരുവം. ഇനി ഇത് നമുക്ക് അതിൽ കൊട്ടാം. ഇനി ഞാനിതിൽ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കുരുമുളകും ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എടുത്ത് പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിതിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഞാനിതിവിടെ 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി വറുക്കാം. ഉലുവ കണ്ടില്ലേ പൊട്ടണത്, അയവാ. ഇനി നമ്മുടെ ഉലുവയും ആയിട്ടുണ്ട്. അത് നമുക്ക് ഇറക്കി പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു 5-6 കഷ്ണം പട്ട, ചെറിയ കഷ്ണങ്ങൾ, പിന്നെ ജാതിപത്രി, 2 വലിയ കഷ്ണം ജാതിപത്രിയാണ്, 4 തക്കോല, 2 ടീസ്പൂണ് ഈ ഗ്രാമ്പു ഒരുപാട് ഇടണ്ട. ഇതുകൂടി നമുക്ക് വറുത്തെടുക്കാം. ഈ 4 സാധനത്തിന് ഒരേ വേവാ വരിക. അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണമോ ഒന്നിച്ചിട്ടത് കേട്ടോ. അയവ, ഈ സാധനം വറുക്കുമ്പോൾ മണം ഇങ്ങനെ മൂക്കിൽ എന്തോരം മണാ വരുന്നത്. ഇതും വെന്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിതിൽ ഏലക്കയും കൂടി വറുത്തെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഏലക്ക നല്ല വറുക്കണം കേട്ടോ മക്കളെ, അല്ലെങ്കിൽ ചതഞ്ഞു പോവുള്ളൂ, പൊടിയൂല. തോലോടെ തന്നെ ഇടുന്നത് കൊണ്ടേ നല്ല വെന്തില്ലെങ്കിൽ ചതഞ്ഞ് പോവും, പൊടിഞ്ഞു കിട്ടില്ല നമുക്ക്. അങ്ങനെ നമ്മുടെ ഏലക്കയും വറുത്ത് കഴിഞ്ഞ് കണ്ടില്ല, വേകുമ്പോൾ ഈ കളറാണ് വരിക. ഇപ്പോൾ ചൂടാറുമ്പോൾ നല്ല മുരുമുരന വരും. നമുക്കിത് എടുത്ത് അതിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി നമുക്ക് വലിയ ജീരകമാണ്. ഈ വലിയ ജീരകം ഞാൻ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടിനും ഒരു വേവായ കാരണമാണ്
രണ്ടും ഒന്നിച്ചിടുന്നത്. അതുകൂടി നമുക്ക് വറുത്തെടുക്കാം. ജീരകം വറുക്കുമ്പോൾ നല്ല ചെറിയ തീയിൽ വറുക്കണം കേട്ടോ, അല്ലെങ്കിൽ ജീരകം കരിഞ്ഞു പോവും. ഇപ്പം നമ്മുടെ ജീരകം നല്ല വറന്ന് വന്നിട്ടുണ്ട്. അതിലിനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് കിട്ടാത്തത് കൊണ്ടാണ് പൊടി ഇടുന്നത്. ഇനി നമുക്കിതിൽ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് ജീരകത്തിൻ്റെ കൂടെ കിടന്ന് ചൂടാവട്ടെ. നമുക്ക് ഇതും ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇതിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി വറ്റൽ മുളക് കൂടി വറുത്തെടുക്കാം. ഞാനിവിടെ 25 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഇല എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചിട്ടിടാം, മുറിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഇതിലെടുത്തിട്ടുള്ളത് 1 പിടി കരിവേപ്പില എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇതുകൂടി നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ മുളക്, കരിവേപ്പില, ഇല ഇതൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കൂടി എടുത്തിട്ട് പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി ഇതൊക്കെ ഇവിടെ ഇരുന്നിട്ടൊന്ന് ചൂടാറട്ടെ. ഇപ്പം നമ്മൾ വറുത്ത് വെച്ച മസാലകളൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ മിക്സാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ച് കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ മസാല കണ്ടില്ലേ, ഇതേപോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടാ ഒരു തരിയും ഇല്ല. ഇനിയിപ്പോൾ പൊടിച്ചിട്ട് തരി ഉണ്ടെങ്കിൽ അതൊന്ന് തരിച്ചിട്ട് ഒന്നുകൂടി പൊടിച്ചാൽ മതി, അപ്പോൾ റെഡിയാവും. കണ്ടില്ലേ, അത് വേവ് കറക്റ്റായാൽ തരി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ മസാലപ്പൊടി ഞാൻ ഉണ്ടാക്കുന്ന രീതിക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. ചിലർ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുണ്ടാക്കും. ഇത് അണ്ടിപ്പരിപ്പൊന്നും ഇടാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ചിക്കൻ മസാലപ്പൊടിയാണ്. ഇതേപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.